Hello everyone, it's me Dr. drsiddeequemelmuri, Assistant Professor, University of Calicut. ഈ വീഡിയോയിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് പറയാൻ പോകുന്നത്. UGC നെറ്റ് സെറ്റ് എക്സാം, അതേപോലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ തുടങ്ങി കൊമേഴ്സ് റിലേറ്റഡ് PSC കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. വർക്കിംഗ് ക്യാപിറ്റൽ ഈ പേര് ഉദ്ദേശിക്കുന്നുണ്ട് ഫേംസ് ഹോൾഡിംഗ് ഓഫ് കറൻറ്റ് ഓർ ഷോർട്ട് ടേം അസറ്റ്സ്. ഫേംസ് holding of current or short term assets such as cash, receivables, inventory and marketable securities. And this working capital also referred to as revolving or circulating capital or short term capital. വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് റിവോൾവിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ അതല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഇങ്ങനെ പല പേരിലും അറിയപ്പെടും. ഇവിടുന്നൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. So it is the firm's holding of current or short term assets in the organization. അപ്പോൾ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു മീനിങ് ഇറ്റ് റെഫേഴ്സ് ടു ദ പാർട്ട് ഓഫ് ഫേംസ് ക്യാപിറ്റൽ which is required for financing short term or current assets such as cash, marketable securities, debtors and inventories. നേരത്തെ പറഞ്ഞ അതിൻ്റെ ഒന്ന് എലാബറേറ്റ് ചെയ്തൊരു മീനിങ് മാത്രമാണ്. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാനുള്ളത് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. അതേപോലെ അപ്രോച്ചസ് ടു വർക്കിംഗ് ക്യാപിറ്റൽ, അതേപോലെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ടൈപ്സ്. ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ കോൺസെപ്റ്റ് നമുക്ക് പ്രധാനമായിട്ടും ബാലൻസ് ഷീറ്റ് കോൺസെപ്റ്റും ഉണ്ട്, അതേപോലെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് ഉണ്ട്. സോ ബാലൻസ് ഷീറ്റ് കോൺസെപ്റ്റ് മീൻസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ് കോൺസെപ്റ്റ് ഓർ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ടോട്ടൽ കറണ്ട് അസറ്റ്. അപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. ദിസ് ഈസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്. ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് ഈ ഒരു കോൺസെപ്റ്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഹിയർ മീൻസ് ഇൻ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇറ്റ് മീൻസ് ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ബട്ട് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ഈസ് കോൾഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ്. ഇനി ഇതേ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റിൽ നമുക്കിവിടെ പറയാം. സോ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റിൽ നമ്മളിവിടെ എടുക്കുന്നത് ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് ടൈം എലാപ്സസ് ബിറ്റ്വീൻ ദി പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ദി ഫൈനൽ ക്യാഷ് റിയലൈസേഷൻ. അപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റിൽ ആവറേജ് ടൈം ടേക്കൺ ബിറ്റ്വീൻ ദി പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങി റോ മെറ്റീരിയലിൻ്റെ പർച്ചേസ് മുതൽ അതിൻ്റെ ഫൈനൽ ക്യാഷായി സാധനങ്ങൾ വിറ്റ് ക്യാഷ് റിയലൈസ് ചെയ്ത് എന്നത് വരെയുള്ള ആ ഒരു ടൈം പീരീഡിനാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് രണ്ട് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ബാലൻസ് ഷീറ്റ് ആൻഡ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ്. ഇനി ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് എന്താണ്? ഓപ്പറേറ്റിംഗ് സൈക്കിൾ അതിൽ എന്തൊക്കെ വരാമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. സോ ഓപ്പറേറ്റിംഗ് സൈക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം ദി ക്യാഷ്. ഈ ക്യാഷ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? റോ മെറ്റീരിയൽസ് വാങ്ങുന്നു. ദെൻ ദിസ് റോ മെറ്റീരിയൽ അവിടെ സംടൈംസ് ദർ വിൽ ബി അക്കൗണ്ട് റിസീവബിൾ അക്കൗണ്ട് പേയബിൾ. ദെൻ റോ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ചിട്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നു. സോ വർക്കിംഗ് പ്രോഗ്രസ് ദാറ്റ് മൂവ്സ് ടു ദി ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ദർ ഈസ് എ വാല്യൂ അഡീഷൻ. ദെൻ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നു. ഫിനിഷ്ഡ് ഗുഡ്സ് ഇപ്പോൾ ഇവിടെയൊക്കെ ഓരോ ടൈം ഗ്യാപ്പുകളുണ്ട്. ഈ ടൈം കൂടുന്നതിനനുസരിച്ച് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സും കൂടും എന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നു. സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് അക്കൗണ്ട് റിസീവബിൾ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ഉണ്ടാകുന്നു. ദെൻ ഈ അക്കൗണ്ട് റിസീവബിളിന് നമുക്ക് ക്യാഷ് ആയിട്ട് വരണം. അപ്പോൾ ഈ ഒരു സർക്കിൾ ഇങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ കറങ്ങാൻ എത്ര സമയം എടുക്കുന്നു എന്നുള്ളതാണ്. ക്യാഷിലൂടെ പോയി തിരിച്ച് ക്യാഷിൽ തന്നെ എത്തുന്ന സമയം, ആ ഗ്യാപ്പ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, ഈ ഗ്യാപ്പ് ടൈം കൂടുതലാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സും കൂടുതലായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഇതിന് സ്കോപ്പുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പിലൊക്കെ ഇതിൽ ഈ ഒരു സൈക്കിളിൻ്റെ നെക്സ്റ്റ് ലെവൽ ക്യാഷ്, റോ മെറ്റീരിയൽ, വർക്കിംഗ് പ്രോഗ്രസ് ഡാഷ് ഈ രീതിയിലൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതേപോലെ ഇതിൻ്റെ എലമെൻറ്റുകൾ
ഓക്കെ, ഇത്രയാണ് ഇതിൽ ഈ കോൺസെപ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റിൽ പറയാനുള്ളത്. സോ കോമ്പണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്തൊക്കെയാണെന്ന് നോക്കാം. കോമ്പണൻസ്, പ്രധാനപ്പെട്ട വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കോമ്പണൻസ് കറണ്ട് അസറ്റാണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞു. അവിടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയും, ഇനി അത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ഇറ്റ് ഈസ് എ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് എന്ന് നമ്മൾ രണ്ട് കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. സോ കറണ്ട് അസറ്റ് അണ്ടർ ദിസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്ലൂഡ് ദ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസസ്, ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, receivables, that is debtors, bills receivable, etc., inventory of raw materials, stores, spares, etc., finished goods, etc., then prepaid expenses, accrued income. All these are current asset items. Then current liabilities, ഇവിടെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് വെച്ചാൽ നമുക്ക് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കാണാനൊക്കെ തരികയാണെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇത് കറണ്ട് അസറ്റിൽ പെട്ടതാണോ അല്ലേ, ലോങ് ടേം അസറ്റിൽ ഫിക്സഡ് അസറ്റിൽ പെട്ടതാണോ അല്ലേ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവരുത് മാത്രം. Then current liabilities include creditors, outstanding expenses, bills payable, accrued or expenses or outstanding expenses, short-term borrowings, advance received, then taxes and dividends payable. All these are the current liabilities. Okay. Then next is type of working capital. Working capital type നമുക്ക് working capital നമുക്ക് broader sense on the basis of concept ആൻഡ് ദ ബേസ് ഓഫ് ടൈം നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ നടത്താം. ബേസ് ഓഫ് കോൺസെപ്റ്റ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ആൾറെഡി നമ്മൾ ഈ കാര്യം പറഞ്ഞു. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിൽ. നൗ ഓൺ ദ ബേസ് ഓഫ് ടൈം വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഫിക്സ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ, ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ റണ്ണിങ്ങിന് വേണ്ട ഫിക്സ്ഡ് ആയിട്ട് വേണ്ട റെഗുലറായിട്ട് അതിൻ്റെ റണ്ണിങ്ങിന് മിനിമം വേണ്ട എമൗണ്ടാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വരിക. ഈ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നെ നമുക്ക് അതിൽ ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വേണ്ടി വരും. ദെൻ റെഗുലറായിട്ട് സാലറി പോലെ സംഭവം കൊടുക്കാൻ വേണ്ടി എമൗണ്ട് വേണ്ടിയിരിക്കും. ദെൻ റിസർവ് ആയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ സംഭവങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. സോ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സബ്ബായിട്ട് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇങ്ങനെ മൂന്ന് കാറ്റഗറി പറയാം. ദെൻ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ദാറ്റ് നെയിം ഇൻഡിക്കേറ്റ്സ് വേരിയബിൾ ഇൻ നേച്ചർ, ആൻഡ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആകുമ്പോൾ സീസണൽ പ്രൊഡക്റ്റുകളുടെ കേസിലാണ്, സീസണൽ മാനുഫാക്ചറിങ്ങിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ സീസണൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ കേസിലാണെങ്കിൽ ചില സം ടൈംസ് അത്തരം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടാകും. ഓക്കെ, സോ സ്പെഷ്യൽ കേസിൽ നമ്മൾ സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യും. എനിവേ ഇവിടെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസ് ഓഫ് കോൺസെപ്റ്റ് ആൻഡ് ടൈം, ദെൻ ടൈമിൽ തന്നെ നമുക്ക് പെർമനൻറ്റ്, ടെമ്പററിയും, കോൺസെപ്റ്റിൽ ഗ്രോസ് ആൻഡ് നെറ്റ്, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം ബ്രോഡർ സെൻസിൽ. ഇതൊക്കെ എസ് എ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം, എസ് എ അല്ലെങ്കിൽ പാരഗ്രാഫ് ലെവൽ ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ ഹിൻറ്റ് നമ്മൾ എഴുതി കൊടുക്കാൻ കഴിയണം എന്നർത്ഥം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അപ്രോച്ചസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അപ്രോച്ച്, എങ്ങനെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് റൈസ് ചെയ്യണം. ഇവിടെ നമുക്ക് ഒന്നാമത്തെ അപ്രോച്ചാണ് ഹെഡ്ജിങ് ഓർ മാച്ചിങ് അപ്രോച്ച്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ഹെഡ്ജിങ് ഓർ മാച്ചിങ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹെഡ്ജിങ് അപ്രോച്ച് സജസ്റ്റ് ദാറ്റ് ദ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, സീ ദിസ് വേർഡ്, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ലോങ് ടേം ഫണ്ട്. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ലോങ് ടേം ഫണ്ടിൽ നിന്നും, വൈൽ ദ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഷുഡ് ബി ഫ്രം ദ ഷോർട്ട് ടേം. അപ്പോൾ ഇത് ഒരു എന്താണ് മാച്ചിങ് ആണ്. നമുക്ക് രണ്ട് ടൈപ്പ് വർക്കിംഗ് ക്യാപിറ്റലാണുള്ളത്, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലും അതേപോലെ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലും. സോ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കുറേ കാലത്തിന് വേണ്ടിയുള്ളതായിരിക്കും അല്ലേ. അതുകൊണ്ട് അത് ലോങ് ടേം സോഴ്സിൽ നിന്ന് നമ്മൾ ഫണ്ട് ചെയ്യണം, ഫിനാൻസ് ചെയ്യണം. അതായത് ലോങ് ടേം സോഴ്സായ, നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ലോങ് ടേം സോഴ്സുകളായ ഇക്വിറ്റി പോലെയുള്ള, ഡിബഞ്ചർ പോലെയുള്ള ലോങ് ടേം ലോൺസൊക്കെ എടുത്തിട്ട് നമുക്ക് അത്തരം ഫണ്ട് ഫിനാൻസ് ചെയ്യണമെന്നും, ഷോർട്ട് ടൈം സോഴ്സിൽ നിന്ന് ബാങ്ക് ലോൺ പോലുള്ള ഷോർട്ട് ടൈം സോഴ്സുകളിൽ നിന്ന് നമ്മൾ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ഒരു റിസ്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു മെത്തേഡാണ് മാച്ചിങ് അല്ലെങ്കിൽ ഹെഡ്ജിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അപ്രോച്ചാണ് കൺസർവേറ്റീവ് അപ്രോച്ച്. സോ കൺസർവേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് അപ്രോച്ച് സജസ്റ്റ് ദാറ്റ് ദ എൻറ്റയർ എസ്റ്റിമേറ്റഡ്, സീ ദിസ് വേർഡ്, എൻറ്റയർ എസ്റ്റിമേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറണ്ട് അസറ്റ് ഷുഡ് ബി ഫിനാൻസ്ഡ് ഫ്രം ലോങ് ടേം സോഴ്സ്. ഇപ്പോൾ ഇവിടെ വലിയൊരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണെന്ന് അർത്ഥം, ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ.
ദാറ്റ് മീൻസ് എല്ലാ കറണ്ട് അസറ്റും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും ലോങ് ടേം സോഴ്സിൽ നിന്നും ആൻഡ് ഷോർട്ട് ടേം സോഴ്സ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഫോർ എമർജൻസി റിക്വയർമെൻറ്റ്സ്. അതായത് ഷോർട്ട് ടേം സോഴ്സ് കാര്യമായി യൂസ് ചെയ്യേണ്ട, വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ട എല്ലാ ഫണ്ടും നമ്മൾ ലോങ് ടേം സോഴ്സിൽ നിന്നാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൺസർവേറ്റീവ് അപ്രോച്ച് പറയുന്നത്. സോ നോട്ട് എ റിസ്ക് ടേക്കർ ആക്ച്വലി. സോ എൻ്റെ ഇവിടെ കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ കൺസർവേറ്റീവ് ലോങ് ടേമിൽ നിന്ന്, ഹെഡ്ജിങ് അല്ലെങ്കിൽ മാച്ചിങ് എന്നുള്ളതിൽ പറഞ്ഞാൽ എന്താണ്, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ലോങ് ടേമിൽ നിന്നും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ട് ടേമിൽ നിന്നാണ് പറഞ്ഞത്. അടുത്തും കൂടെ നോക്കാം നമുക്ക്. അഗ്രസീവ് വർക്കിംഗ് ക്യാപിറ്റൽ, അഗ്രസീവ് റിസ്ക് ടേക്കറാണ്. ദിസ് അപ്രോച്ച് സജസ്റ്റ് ദാറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ പറഞ്ഞ കൺസർവേറ്റീവ് അപ്രോച്ചിന് ജസ്റ്റ് ഓപ്പോസിറ്റ്, സജസ്റ്റ് ദാറ്റ് ദ എൻറ്റയർ എസ്റ്റിമേറ്റഡ് റിക്വയർമെൻറ്റ് ഓഫ് കറണ്ട് അസറ്റ് ഷുഡ് ബി ഫിനാൻസ്ഡ് ഫ്രം ഷോർട്ട് ടേം സോഴ്സ്. ഇവിടെയൊക്കെ റിസ്ക് എലമെൻ്റ് ഉണ്ടെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ ഷോർട്ട് ടേം സോഴ്സിൽ നിന്നാണ് മൊത്തം വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഫിനാൻസ് ചെയ്യേണ്ടത്. ഈവൻ എ പാർട്ട് ഓഫ് ഫിക്സഡ് അസറ്റ് ഇറ്റ് ഷുഡ് ബി ഫിനാൻസ്ഡ് ഫ്രം ദ ഷോർട്ട് ടേം സോഴ്സസ്. ഇതാണ് അഗ്രസീവ് വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇത് മൂന്നൊന്ന് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യണം. ഇങ്ങനെ പറയാം, ഹെഡ്ജിങ് അല്ലെങ്കിൽ മാച്ചിങ് അപ്രോച്ചിൽ നമുക്ക് രണ്ട് എന്താണ്, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ലോങ് ടേമിൽ നിന്നും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ട് ടേമിൽ നിന്നും ആണ് ഫിനാൻസ് ചെയ്യേണ്ടത്. ദെൻ കൺസർവേറ്റീവ് അപ്രോച്ചിൽ പറഞ്ഞ എന്താ, കൺസർവേറ്റീവ് അപ്രോച്ചിൽ പറയുന്നത്, കൺസർവേറ്റീവ് അപ്രോച്ച് സേസ് ദാറ്റ് ലോങ് ടേം സോഴ്സിനാണ് പ്രാധാന്യം നൽകുന്നത്. ദെൻ അഗ്രസീവ് അപ്രോച്ച് ആണെങ്കിലോ ഷോർട്ട് ടേം സോഴ്സിനാണ് പ്രാധാന്യം നൽകുന്നത്. ഈ മൂന്ന് അപ്രോച്ച് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകണം. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. നൗ വൺ ഓഫ് ദി ഫിനാൻസിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽസ്, നമുക്ക് മുമ്പത്തെ സ്ലൈഡുകളിൽ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞതിൻ്റെ ഒരു ഔട്ട്ലൈനാണ്. വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എങ്ങനെയൊക്കെ ഫിനാൻസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു പെർമനൻറ്റ് വർക്ക് ഓർ ഫിക്സ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊരു പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ, അതേപോലെ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. പ്രധാനമായിട്ടുള്ള കാറ്റഗറി ഇതാണ്. പെർമനൻറ്റ് മീൻസ് ലോങ് ടേം. ലോങ് ടേം എന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും അവിടെ വേണ്ടി വരും, റെഗുലർ റണ്ണിങ്ങിന് വേണ്ടത്. ഓക്കെ, ടെമ്പററി എന്ന് പറയുമ്പോൾ അത് സീസണലാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ സോഴ്സ് നമുക്ക് പെർമനൻറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാവാം, ദെൻ ഡിബഞ്ചേഴ്സ് ആവാം, പബ്ലിക് ഡെപ്പോസിറ്റ്സ്, ഓഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് റീറ്റെയിൻ ഏണിങ്സ്. മുമ്പത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദെൻ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഇൻഡിജീനിയസ് ബാങ്ക്സ്, ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ഇൻസ്റ്റാൾമെൻറ്റ് ക്രെഡിറ്റ്, ഇതെല്ലാം എന്താണ്, അതേപോലെ അഡ്വാൻസസ്, ഇതെല്ലാം അക്കൗണ്ട് റിസീവബിൾ, ക്രെഡിറ്റ് ഫാക്ടറിങ്, ഓൾ ദീസ് ആർ ദി ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ സോഴ്സ്. അതുപോലെ അക്രൂഡ് എക്സ്പെൻസസ്, കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യൽ. സോ ഇങ്ങനെ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ലോങ് ടേം സോഴ്സിൽ നിന്നും, ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഷോർട്ട് ടൈം സോഴ്സ് നമുക്ക് ബിസിനസ്സിന് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്യാം. സോ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇപ്പോൾ നമ്മളിതിൽ 3 കോൺസെപ്റ്റാണ് പറഞ്ഞത്. ഒന്ന് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ്, നമ്മൾ ഗ്രോസ്, അതേപോലെ നെറ്റ്, ദെൻ അതായത് ബാലൻസ് ഷീറ്റ് കോൺസെപ്റ്റും, അതേപോലെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റും പറഞ്ഞു. അതിനുശേഷം നമ്മൾ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞു, ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിനുശേഷം നമ്മളിതിൻ്റെ അപ്രോച്ചസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അപ്രോച്ചസ് നമ്മൾ ഹെഡ്ജിങ് ഓർ മാച്ചിങ് അപ്രോച്ച് പറഞ്ഞു, ദെൻ കൺസർവേറ്റീവ് അപ്രോച്ച് ആൻഡ് അഗ്രസീവ് അപ്രോച്ച്. ഓക്കെ, താങ്ക് യു.